നമസ്കാരം. പ്രിയപ്പെട്ടവരെ, നമ്മളിന്നിപ്പോൾ രാമായണത്തിലെ പല ഭാഗങ്ങളിലൂടെയും നമ്മൾ ഈ കഴിഞ്ഞ കാലത്ത് പല ചർച്ചകളിലൂടെയൊക്കെ നമ്മൾ കടന്നുപോയി. ഇന്നിപ്പോൾ രാമായണത്തിൽ ഞാൻ ആരണ്യകാണ്ഡവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. എഴുത്തച്ഛൻ ആചാര്യൻ്റെ ആധ്യാത്മ രാമായണത്തിലെ ആരണ്യകാണ്ഡത്തിൽ, ഈ ആരണ്യകാണ്ഡം എന്ന് പറയുമ്പോൾ നമ്മൾ ഭഗവാൻ ശ്രീരാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണനും ഒക്കെ ഭരദ്വാജമുനിയുടെ ആശ്രമത്തിൽ നിന്നും പിന്നെ കടന്നു പോകുന്ന ആ സമയം മുതൽ നമ്മൾ ആരണ്യകാണ്ഡത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആരണ്യകാണ്ഡത്തിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട്, അതായത് കാട്ടിലേക്ക് കടക്കുകയാണ്. കാട്ടിലേക്ക് ഭഗവാൻ തൻ്റെ അച്ഛൻ്റെ വാക്ക് അത് അനുസരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അച്ഛൻ്റെ സത്യത്തെ അനുസരിക്കുന്നതിന് വേണ്ടിയിട്ട് യാത്ര ചെയ്യുമ്പോൾ അവിടെ എഴുത്തച്ഛൻ പറയുന്ന ഒരു എഴുത്തച്ഛൻ്റെ രാമായണത്തിലുള്ള ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ തുടക്കത്തിൽ അത് ഒന്ന് പറഞ്ഞതിന് ശേഷം മറ്റുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാമെന്ന് പറയുന്നു. അതായത് വൈദേഹി തന്നോടുകൂടവേ രാഘവൻ സോദരനോടുമൊത്ത് ഒരു മൃഗത്തെ വധിച്ചു ഭുജിച്ചിനാൻ എന്ന് പറയുമ്പോൾ ഇവിടെ സാധാരണ പറയാറുള്ളൊരു വാക്കുണ്ട്. എന്താണ്? രാമൻ മൃഗത്തെ, അല്ലെങ്കിൽ മൃഗത്തെ ഭക്ഷിക്കുന്ന ആളാണോ എന്നൊക്കെയുള്ള ചർച്ച വരാറുണ്ട്. അത് സോദരനോടൊത്ത് മൃഗത്തെ കൊന്നു സാദരം ഭക്ഷിച്ച് സുഖേന വസിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കാട്ടിൽ യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കാട്ടിലേക്ക് പോകുമ്പോൾ ശ്രീരാമചന്ദ്രൻ കാട്ടിൽ മൃഗങ്ങളെയൊക്കെ വേട്ടയാടി അങ്ങനെ ഭക്ഷിച്ച് ആനന്ദിച്ച് കഴിഞ്ഞു എന്നുള്ളൊരു തോന്നൽ സാധാരണ അനുവാചകർക്കോ അല്ലെങ്കിൽ ഇത് രാമായണം വായിക്കുന്ന ആളുകൾക്കൊക്കെ തോന്നാവുന്ന ഒരു സാഹചര്യം. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് വെച്ചാൽ, മൃഗത്തെ കൊന്നു ഭുജിച്ചു എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾക്ക് വിചാരങ്ങളെ തടുത്തു നിർത്താൻ കഴിയുന്ന ജീവികളല്ല മൃഗങ്ങൾ. കോപം വന്നാൽ, വിശപ്പ് വന്നാൽ, അല്ലെങ്കിൽ കാമം വന്നാൽ എല്ലാം വളരെ പെട്ടെന്ന് തന്നെ അത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും അത് ചെയ്യുകയും ചെയ്യും. വിശപ്പ് വന്നാൽ ഒരിക്കലും ഒരു മൃഗത്തിന് സഹിക്കാൻ കഴിയില്ല. ഒരു സിംഹത്തിന് വിശപ്പ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോയി വേറെ ഏതെങ്കിലും ജീവിയെ പിടിച്ച് തിന്നുന്നു എന്ന് പറയുന്നത് പോലെ മൃഗങ്ങൾക്ക് അങ്ങനെയുള്ള വികാരങ്ങളുണ്ട്. അപ്പോൾ കാനനവാസത്തിനായി പുറപ്പെടുന്ന ഭഗവാനും സംഘത്തിനും ഇതിൽ നിന്നെല്ലാം മോചനം വേണം. അതായത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം വല്ലയിടത്തും കിട്ടുള്ളൂ, കാട്ടിലാണ് എന്തെങ്കിലും കായ്കനികൾ കിട്ടുള്ളൂ, എപ്പോഴും കിട്ടണമെന്നില്ല. അപ്പോൾ അതിനെയൊക്കെ നിയന്ത്രിക്കാനുള്ള ഒരു ശേഷി ഉണ്ടാകുന്നതിന്, ആ ശേഷി ആർജിച്ചതിന് ശേഷമാണ് ഭഗവാൻ വനത്തിലേക്ക് കടന്നു പോകുന്നത് എന്നാണ് കവി ഉദ്ദേശിച്ചത്. അല്ലാതെ മൃഗഭക്ഷണം അല്ലെങ്കിൽ മാംസാഹാരം കഴിച്ചു എന്നല്ല അതിനർത്ഥമാക്കുന്നത്. ഓരോ മനുഷ്യനിലും, ലോകത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യനും ഇത്തരത്തിൽ വികാരങ്ങൾ അടിമപ്പെട്ടിട്ടുള്ളവർ, അതിൽ നിന്നും അവർ മോചനം നേടി അവർ സന്മാർഗത്തിലൂടെ സഞ്ചരിക്കണം എന്ന് ഉത്ബോധിപ്പിക്കുന്ന ഭാഗമാണ് ആരണ്യകാണ്ഡത്തിലെ തുടക്കത്തിൽ തന്നെയുള്ള ആ ഭഗവാന്റെ വചനങ്ങൾ. അപ്പോൾ നമ്മൾ ഈ രാമായണത്തിലെ ഓരോ കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ, നമ്മളിപ്പോൾ ആരണ്യകാണ്ഡത്തിലേക്ക് കടക്കുമ്പോൾ ആരണ്യകാണ്ഡത്തിലെ ഭാഗങ്ങൾ പരിശോധിക്കുമ്പോഴൊക്കെ ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യൻ്റെ വികാരങ്ങളും വിചാരങ്ങളും അത് മൃഗീയമായ വികാരങ്ങൾ ഉണ്ടാവുകയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് മനുഷ്യന് മോചനം ഉണ്ടാവണം, മനുഷ്യനെ നന്മയിലേക്ക് നയിക്കണം എന്നെല്ലാം ഉദ്ദേശിക്കുന്നതിനും എന്നെല്ലാം പ്രചരിപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ്
ഇത്തരത്തിലുള്ള വാക്കുകളും ഇത്തരത്തിലുള്ള കഥകളും രാമായണത്തിൻ്റെ ഭാഗങ്ങളും ഒക്കെ വന്നിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ, നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നന്മയുടെ വഴിയിലൂടെ നാം സഞ്ചരിക്കണം. നന്മയായിരിക്കണം, ഭക്തിയായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ലോകത്ത് ദോഷം ഉണ്ടാവില്ല, ലോകത്ത് ഒരിടത്തും ഒരു ദോഷവും ഉണ്ടാവില്ല എന്നാണ് കവി പറഞ്ഞു വയ്ക്കുന്നത്. ജീവിതത്തിൻ്റെ ആ, പല ഭാഗങ്ങളും ഓരോ മനുഷ്യനും പല രീതിയിലും അതിനെ അതിജീവിക്കേണ്ടതായിട്ടുണ്ട്. ഭഗവാന്റെ ഓരോ ഭാഗങ്ങളും പരിശോധിച്ചാൽ ശ്രീരാമചന്ദ്രൻ്റെ ആ യാത്രയെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഓരോ ഭാഗത്തും നമുക്ക് അത്തരത്തിൽ കാണാൻ കഴിയും. ആരണ്യകാണ്ഡത്തിൽ എന്ന് പറയുന്നത് ഈ ഭരദ്വാജാശ്രമത്തിൽ നിന്നും പുറപ്പെട്ട് നമ്മുടെ സുഗ്രീവനെ കാണുന്നത് വരെ, ഹനുമാനെയൊക്കെ കാണുന്നത് വരെയൊക്കെയാണ് ആരണ്യകാണ്ഡം എന്ന് പറയുന്ന ഈ ഭാഗം നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ കിഷ്കിന്ധാകാണ്ഡത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഈ ആരണ്യകാണ്ഡത്തിലാണ് ഈ കഥയിൽ, ഞാൻ കഥയിലേക്കൊന്നും കടക്കുന്നില്ല, രാമായണ കഥ എല്ലാവർക്കും പരിചിതമാണ്. രാമായണത്തിൽ ഉണ്ടായിരുന്ന അതിലാണ് സീതാപഹരണം അടക്കമുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നത്. പക്ഷേ ഇതെല്ലാം ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ്റെ അവൻ്റെ വികാരങ്ങളെ, വിചാരങ്ങളെ, ചിന്തകളെ നേർവഴിക്ക് നയിക്കുക എന്നുള്ളതാണ്. പറഞ്ഞാൽ അനുസരിക്കുക, ഇതൊക്കെയാണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഭക്തിയുടെ ഭാഗമായിട്ട്, അതായത് ശബരിയെ കാണുന്ന സന്ദർഭമൊക്കെ ഉണ്ട്. അതിൽ ഭക്തിയുടെ വലിയ ഒരു ഉദാത്തമായ ഒരു ഭക്തയെ കാണുന്ന അവസരങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് നമ്മൾ ഈ ആരണ്യകാണ്ഡത്തിൽ നമ്മൾ കിടക്കുന്നത്. അതായത് ചിത്രകൂടത്തിൽ താമസിക്കാൻ എത്തുന്നതിന് മുമ്പായിട്ടാണ് ഇതെല്ലാം. ഈ ഭരദ്വാജാശ്രമത്തിൽ നിന്ന് ചിത്രകൂടത്തിലേക്ക് എത്തി, ചിത്രകൂടത്തിൽ താമസിച്ചതിന് ശേഷമാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഓരോ കാണ്ഡങ്ങളും പരിശോധിക്കുമ്പോൾ, രാമായണത്തിലെ ഓരോ കാണ്ഡങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ചിന്തകൾ, അത് മനുഷ്യനെ നേർവഴിക്ക് നയിക്കാനുള്ള ആ ഉപദേശം തരുന്ന ഭാഗങ്ങളാണ് ഇവിടെയെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാമായണം എന്ന ഈ ഗ്രന്ഥത്തെ ഇന്ത്യ ഒട്ടാകെ അല്ലെങ്കിൽ ലോകത്തെല്ലായിടത്തും ഇത്തര രീതിയിൽ പ്രചരിക്കാനും ഒക്കെ കാരണമായിട്ടുള്ളത് ഇത്തരം ഒരുപാട് ഉപദേശങ്ങൾ, അതായത് മനുഷ്യനിൽ പ്രാവർത്തികമാകുന്ന, ഭഗവാൻ എന്ന് പറയുന്നത് മനുഷ്യാവതാരം പൂണ്ട ദൈവം അവതരിച്ചിട്ട് മനുഷ്യൻ്റെ എല്ലാ വികാരങ്ങളും ഉൾക്കൊള്ളുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. സീതയെ അപഹരിച്ചു കൊണ്ടുപോയി കഴിയുമ്പോൾ ഒരു യഥാർത്ഥ മനുഷ്യൻ്റെ വികാരത്തോടു കൂടി ഭഗവാൻ അറിയായിരുന്നു ഇതെല്ലാം സംഭവിക്കും എന്നുള്ളത്. അറിയാമായിരുന്ന ദൈവത്തിൻ്റെ അവതാരമായിട്ടുള്ള, മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ടുള്ള ഭഗവാൻ ശ്രീരാമചന്ദ്രന് സീതയെ കാണാൻ ഇല്ല എന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖം ഭഗവാൻ ഏറെ സങ്കടത്തോടുകൂടി അലമുറ ഇടുന്ന ഒരു സന്ദർഭം ഉണ്ടാകുന്നുണ്ട്. അതായത് ഒരു മനുഷ്യന്, ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന വികാരത്തെ അതാണ് അവിടെ പ്രതിഫലിപ്പിച്ച് കാണിക്കാനായിട്ട് ഈ വാൽമീകിയും അതുപോലെ തന്നെ എഴുത്തച്ഛനോട് ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ തീവ്രത, അത് വളരെ ഉദാത്തമായ ആ ഒരു ഭാവത്തെ, ഭാരതത്തിലെ സനാതന ധർമ്മത്തെ ഏതൊക്കെ രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുമോ എന്നുകൂടി സൂചിപ്പിക്കുന്ന തരത്തിലേക്കാണ് അതിന് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ അരണ്യകാണ്ഡത്തിൽ നമ്മൾ പോകുമ്പോൾ കാണുന്ന ലക്ഷ്മണന് നൽകുന്ന ഉപദേശങ്ങളുണ്ട്. അതുപോലെ തന്നെ ഭഗവാൻ എന്താ പറയുക, ഭഗവാൻ ശബരിയുമായിട്ടുള്ള സംഭാഷണങ്ങളുണ്ട്. ഇതെല്ലാം ഭക്തിയുടെയും അതുപോലെ തന്നെ മനുഷ്യൻ്റെ വിചാരങ്ങളും അവൻ്റെ ചിന്തകളിലേക്കുമൊക്കെ പോകുന്ന തരത്തിലാണ്. അത് ഏതൊക്കെ രീതിയിൽ വേണം, ഏതൊക്കെയാണ് നന്മ, ഏതൊക്കെയാണ് തിന്മ എന്ന് തിരിച്ചറിയുന്നതിനുള്ള ഒരു അവസരമായിട്ടൊക്കെ കൂടിയാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. അതുകൊണ്ട് തന്നെ രാമായണം എന്ന ആ ഗ്രന്ഥത്തെ നമ്മൾ
എല്ലാ സമയത്തും അതിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു ഒരു ആത്മസമർപ്പണം നടത്തേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം. യാത്രയിൽ അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യനായ സുധീഷനെ കാണുകയും സുധീഷനുമായിട്ട് ഭഗവാൻ നടത്തുന്ന ചർച്ചയും കാര്യങ്ങളും, അതുപോലെ തന്നെ പിന്നീട് ഭഗവാനും ഈ സുധീഷനും കൂടി അഗസ്ത്യ മുനിയെ കാണുന്നു. അഗസ്ത്യ മുനിയുമായിട്ടുള്ള ചർച്ചകൾ, അഗസ്ത്യ മുനിയുമായിട്ടുള്ള സംവാദങ്ങൾ, ഇതെല്ലാം തന്നെ മനുഷ്യൻ്റെ ഈ ലോകക്രമത്തെ ഏതൊക്കെ രീതിയിൽ ക്രമീകരിക്കണമെന്നും മനുഷ്യനിൽ ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവണമെന്നും മനുഷ്യൻ ഏതെല്ലാം നന്മയിലൂടെ സഞ്ചരിക്കണമെന്നും ഒക്കെ നമുക്ക് കാട്ടിത്തരുന്ന വാക്കുകളും അവരുടെ ഈ സുധീഷനെ കാണുമ്പോഴും അതുപോലെ തന്നെ അതിനുശേഷം ഇവർ ഒന്നിച്ച് അഗസ്ത്യ മുനിയെ കാണുമ്പോഴും ഒക്കെ നടത്തുന്ന ഭഗവാനെ സ്തുതിച്ചുകൊണ്ടുള്ള വാക്കുകൾ, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ അതുപോലെ തന്നെ ഭഗവാന്റെ ഈ അഗസ്ത്യ മുനിയെ കണ്ട് സംസാരിക്കുമ്പോൾ എത്രയോ വർഷങ്ങളായിട്ടുള്ള ഈ ലോകത്തെ പല കാര്യങ്ങളെക്കുറിച്ചും അവിടെ ചർച്ച ചെയ്യുന്നു. അതുപോലെ തന്നെ യാത്രയിൽ ജഡായുവിനെ കാണുന്നുണ്ട്. ജഡായുവിനെ കാണുമ്പോൾ ജഡായു വേറെ എന്തോ ഒരു വലിയ ജീവിയാണെന്നുള്ള നിലയ്ക്ക് കാണുന്നുണ്ട്. അതായത് നമ്മളൊരു യാത്രയിൽ, നമ്മുടെ ജീവിത യാത്രയിൽ നമ്മൾ പലതിനെയും കാണുമ്പോൾ നമ്മളെന്തായിരിക്കും, അത് നമുക്ക് ഉപദ്രവകാരിയായിരിക്കും എന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും അത് സത്യത്തിലായിരിക്കില്ല. അതെല്ലാം ഉപദേശിക്കുന്നതിനുണ്ട്. ഇപ്പം ജഡായുവിനെ കാണുമ്പോൾ ഭഗവാൻ ലക്ഷ്മണനോട് പറയുന്നുണ്ട്, നീ തയ്യാറായിട്ട് നിന്നോളൂ, എന്തോ ഒരു വലിയ ജീവിയാണത്, നമ്മളെ ഉപദ്രവിക്കാനായിട്ട് നിൽക്കുകയാണെന്നൊക്കെ തോന്നി സംസാരിക്കുമ്പോഴത്തേക്കും ജഡായു പറയും, ഞാൻ നിങ്ങളുടെ അച്ഛൻ്റെ ഒക്കെ സുഹൃത്തായിട്ടുള്ള ആളാണെന്ന് പറയുന്ന ജഡായുവിനെ. പിന്നീട് ജഡായുവിനെ സീത അപഹരണ സമയത്ത് രാവണൻ തൻ്റെ ചന്ദ്രഹാസം കൊണ്ട് ചിറകുകളെല്ലാം വെട്ടിമാറ്റുമ്പോൾ സീതാദേവി ലക്ഷ്മണന്മാരെ കണ്ട് ഈ എന്നെ കട്ടുകൊണ്ടുപോയ കാര്യം പറഞ്ഞതിന് ശേഷം മാത്രം നിനക്ക് മരണം സംഭവിക്കുകയുള്ളൂ എന്നൊക്കെയുള്ള ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട്. അതായത് നമ്മളൊരു ലോകത്ത് ഈ ഒരു കാണുന്നതല്ല എല്ലാം ശരി എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ്. നമ്മൾ എന്താണോ കാണുന്നത് അത് വച്ചിട്ട് നമ്മളതിനെ വിശകലനം ചെയ്യരുത് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കഥാഭാഗങ്ങളും ഈ ജഡായുവിനെ പോലുള്ള കഥാപാത്രങ്ങളെയൊക്കെ നമുക്ക് ഇതിൽ കൊണ്ടുവരാനായിട്ടുള്ള ശ്രമിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വിരാതൻ എന്ന് പറയുന്ന ഒരു നിശാചരൻ, അദ്ദേഹം ആളുകളെയൊക്കെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന നിശാചരന് ഭഗവാൻ മോക്ഷം നൽകുന്നുണ്ട്. അതായത് നമ്മൾ എപ്പോഴും ഈ എന്തെങ്കിലുമൊക്കെ ഉപദ്രവങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരിൽ പിന്നീട് നന്മയിലേക്കുള്ള പ്രകാശം അവർക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. നന്മയിലേക്കുള്ളൊരു പ്രകാശം ഉണ്ടാവുന്നുണ്ട്. നമ്മൾ കൊണ്ട് കേട്ടിട്ടില്ലേ, അതായത് ഒരു വലിയൊരു എന്താ പറയുക, ഒരു കള്ളന് സന്യാസിയാവാം, സന്യാസിക്ക് ഒരിക്കലും കള്ളനാവാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ ഏതാളെയും നന്മയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് സൂചിപ്പിക്കുന്ന തരത്തിലേക്കാണ് അത്. അതിനുശേഷം ആ ഗന്ധർവന് മോക്ഷം കിട്ടുന്നു എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ അത്തരത്തിൽ ഈ അരണ്യകാണ്ഡത്തിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ ഭാഗത്തും മനുഷ്യനെ നേർവഴിക്ക് നയിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഉൾക്കൊള്ളാനായിട്ട് കഴിയണം. അതുപോലെ തന്നെ കാട്ടിലേക്ക് കിടക്കുമ്പോൾ കാട്ടിൽ ഒരുപാട് സന്യാസിമാർ ഒക്കെ വസിക്കുന്നുണ്ട്. അപ്പോൾ സന്യാസിമാർ വസിക്കുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരുപാട് അസ്ഥികൂടങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ ഈ സന്യാസിമാരോട് ചോദിക്കുന്നുണ്ട്, കാട്ടിൽ വരുന്ന സന്യാസിമാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ത്യജിച്ച് അവർ മോക്ഷപ്രാപ്തിക്കായിട്ട് വരുന്ന ആളുകളാണ്. അവർക്ക് പിന്നെ വേറെ പ്രത്യേകിച്ച് വികാരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും അവർ മോക്ഷപ്രാപ്തിക്കായിട്ട് നിൽക്കുന്നതുകൊണ്ടും ഇതേപോലെയുള്ള നിശാചരന്മാരായിട്ടുള്ള ആളുകൾ വരികയും അവരെ കൊന്നു തിന്നുകയും എല്ലൊക്കെ അവിടെ കൂട്ടിയിടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ അതിൻ്റെ സംരക്ഷണത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതായത് ഇന്നിപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മളിപ്പോൾ ലോകത്ത് MDMA അടക്കമുള്ള കൊച്ചുകുട്ടികളെയൊക്കെ പല രീതിയിലും പ്രലോഭിപ്പിച്ചും ഭയപ്പെടുത്തിയും ഒക്കെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് അവരെ നന്മയിലേക്ക് നയിക്കാൻ കുറച്ച് ആളുകൾ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്മയിലേക്ക് നയിക്കാനായിട്ട് ഉപദേശം നൽകാനായിട്ടുള്ള ആളുകൾ, അത്തരത്തിലുള്ള ആളുകളും ഉപദേശം നൽകാനുള്ള ശേഷിയും മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കുന്ന തരത്തിലേക്കാണ് ഈ രാമായണത്തിലെ ഓരോ ഭാഗങ്ങളും വരുന്നത്. അതുപോലെ തന്നെ പിന്നീട് വരുന്നത് നമ്മൾ ഈ നടന്ന്
ആ, സീതയെ അന്വേഷിച്ച് പോകുമ്പോൾ ജഡായുവിനെ കാണുന്നു, ഇങ്ങനെ രാവണനാണ് കട്ടുകൊണ്ടുപോയെന്ന് പറയുന്നു. അതിനു മുമ്പ് ഈ സീത അപഹരണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ ഒരാൾ പറഞ്ഞാൽ അനുസരിക്കുക എന്നുള്ളതാണ്. ഒരു വലിയ മോഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മാൻ തൻ്റെ വർണ്ണാശ്രമത്തിലൂടെ കടന്നു പോകുമ്പോൾ സീത പറയുന്നു എനിക്ക് ആ മാനിനെ വേണമെന്ന് പറയുന്നു. അത് സത്യത്തിൽ അതിനു മുമ്പുണ്ടായിരുന്ന മറ്റൊരു സംഭവം കൂടിയുണ്ട്. അതായത് ശൂർഭണക ഇതുപോലെ സുന്ദരന്മാരായിട്ടുള്ള ആളുകളായിട്ടുള്ള ശ്രീരാമചന്ദ്രനെയൊക്കെ പ്രാപിക്കാൻ, അല്ലെങ്കിൽ അവരെ കല്യാണം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ട് വരുമ്പോൾ എനിക്ക് ഭാര്യ ഉണ്ടെന്നൊക്കെ പറഞ്ഞു വിടുകയും അതിനുശേഷം ഈ ശൂർഭണകയുടെ മറ്റേ മൂക്കും മുലയും ഒക്കെ മുറിഞ്ഞു പോകുന്ന, അല്ലെങ്കിൽ വെട്ടുമ്പോൾ അത് പോകുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതായത് ഇന്ന് പല രീതിയിലുള്ള ആളുകളെ പ്രലോഭിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ആളുകളുടെയൊക്കെ ഭാവങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട് ഈ ലോകത്ത്. അപ്പം അതിൽ നിന്നെല്ലാം നമ്മൾ മോചനം നേടണമെന്നുള്ളതാണ്. എന്നിട്ട് ഇതേ ശൂർപ്പണക പോയിട്ട് നമ്മുടെ രാവണനോട് ചെന്നിട്ട് പറയുന്നു, രാവണൻ്റെ സഹോദരിയാണ് ശൂർപ്പണക. അപ്പോൾ രാവണനോട് ചെന്നിട്ട് പറഞ്ഞു ഇങ്ങനൊരു സംഭവമുണ്ട്, നിനക്ക് പറ്റിയൊരു സുന്ദരിയായ സ്ത്രീയൊക്കെ അവിടെ ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ അവരെ നിനക്ക് വിവാഹം കഴിച്ചാൽ നന്നായിരിക്കും എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പ്രലോഭനത്തിലേക്ക് വരികയാണ്. അപ്പോൾ പല രീതിയിലുള്ള പ്രലോഭനത്തിലൂടെ മനുഷ്യനെ വഴിതെറ്റിക്കുകയാണ്. അപ്പോഴാണ് മാരീചനെ കൊണ്ടുവരുന്നത്. അപ്പോൾ മാരീചന് മനസ്സിലാവുന്നുണ്ട് ശ്രീരാമചന്ദ്രനെ. മാരീചൻ ഒരിക്കൽ രക്ഷപ്പെട്ടുപോയ ഒരാളാണ്. ഞാൻ നേരത്തെ സംസാരിച്ചത് മാരീചൻ എന്ന് പറയുന്നത് പുറത്തുള്ളൊരു വികാരമാണ്, നമ്മുടെ ഉള്ളിലെ വികാരമല്ല, പുറത്തുള്ളൊരു വികാരമാണ് മാരീചൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിലൂടെ പറയുന്നത്. അതിനെ നമുക്ക് ശമിപ്പിക്കാൻ കഴിയില്ല. പക്ഷേ നമ്മുടെ എന്തെങ്കിലും മോശപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കത് നിയന്ത്രിക്കാൻ കഴിയും. പുറത്തൊരാൾ നമ്മൾ എന്തെങ്കിലും പ്രലോഭിപ്പിക്കുകയോ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ നിയന്ത്രിക്കാൻ കഴിയില്ല. എന്ന് പറയുന്നത് പോലെ ഇതേ മാരീചൻ രാവണനോട് ഉപദേശിക്കുന്നുണ്ട്, നീ വെറുതെ ആവശ്യമില്ലാത്ത പരിപാടിക്കൊന്നും പോകണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും രാവണൻ പോകുന്നു. രാവണൻ ഇതുപോലെ തന്നെ ഈ മാരീചൻ ഒരു മാൻ്റെ രൂപത്തിൽ പോകുന്നു. അങ്ങനെ മാരീചൻ കളവ് നടത്തുന്നു. ഞാൻ മരിച്ചു ലക്ഷ്മണ എന്നൊക്കെ പറയുന്നത് വിളിക്കുന്നു. അപ്പോൾ ലക്ഷ്മണനോട് സീത പറയുന്നു, നീ എൻ്റെ ഭഗവാനാണെന്നുള്ള കാര്യങ്ങളെല്ലാം മറക്കുന്നു, എൻ്റെ ഭർത്താവ് ചിലപ്പോൾ വധിക്കപ്പെടാം, അപ്പോൾ നീ അത് ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന ഇന്നത്തെ സമൂഹത്തിൽ അങ്ങനെ ഉണ്ടല്ലോ ചില തെറ്റിദ്ധാരണകളുടെ, ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ തെറ്റിദ്ധാരണകളുടെ ഭാഗമായിട്ടുണ്ടാവുന്ന സംഭവങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണെന്നൊക്കെ ചിന്തിക്കുന്നൊരു കാലമുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അതെല്ലാം മനസ്സിലാക്കണമെന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നമ്മൾ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അത് കേട്ട് വിഷണ്ണനായാണെങ്കിലും ലക്ഷ്മണൻ പോയിട്ട് അവർ തിരിച്ചു വരുമ്പോഴത്തേക്കാണ് സീതയെ കാണാനുണ്ടാവുന്നത്. സീതയെ രാവണൻ അപഹരിച്ചു കൊണ്ടുപോകുന്നത് കേട്ടുള്ള അതെല്ലാം നിങ്ങളെല്ലാം അറിയുന്ന കഥകൾ തന്നെയാണ്. പക്ഷേ ഈ യാത്രയിൽ സീതാന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ആരണ്യകാണ്ഡത്തിൽ ഇങ്ങനെ പോയിട്ട് അവസാനം സുഗ്രീവനെ കാണുന്നത് വരേക്ക് മുമ്പായിട്ട് നമ്മൾ ശബരിയെ കാണുന്നത്. അതാണ് ഈ അരണ്യകാണ്ഡത്തിലെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളൊരു ഭാഗം. അത് ഭക്തിയുടെയാണ്. ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കാണണമെന്ന് ആഗ്രഹിച്ച ഒരു ഭഗവാൻ ശ്രീരാമചന്ദ്രനെ ഇത്രനാളും കാത്തിരിക്കുകയായിരുന്നു ശബരി തൻ്റെ ആശ്രമം. നമ്മുടെ ശബരിമലയിലായിരുന്നു ശബരിയുടെ ആശ്രമം എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ശബരി ആശ്രമത്തിൽ ആ കൊടുങ്കാട്ടിൽ ഒരു സ്ത്രീ തൻ്റെ ഭഗവാനെ കാത്തിരിക്കുന്നു. തൻ്റെ ചൈതന്യത്തെ, തനിക്ക് കാണേണ്ട ചൈതന്യത്തെ കാത്തിരിക്കുന്ന ആ ഒരു വല്ലാത്തൊരു സംഭവമുണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കുമ്പോൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അതുവഴി കടന്നു വരുന്നു എന്നുറപ്പായിട്ട് ശ്രീരാമചന്ദ്രൻ ആശ്രമത്തിലേക്ക് കടന്നു വരികയാണ്. ശബരിയുടെ ആശ്രമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഭക്തിയുടെ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് ശബരി ഭഗവാൻ ശ്രീരാമചന്ദ്രന് നൽകാൻ വച്ചിരുന്ന പഴങ്ങൾ ഓരോന്നും കടിച്ച് രുചിച്ചു നോക്കിയതിന് ശേഷം ശ്രീരാമചന്ദ്രന് നൽകുകയാണ്. അത് വളരെ സ്നേഹത്തോടു കൂടി ശ്രീരാമചന്ദ്രൻ അതെടുത്ത് ഭക്ഷിക്കുന്നുണ്ട്. ശബരി നൽകുന്ന കടിച്ച ഫലങ്ങൾ. പക്ഷേ ലക്ഷ്മണൻ അതിന് തയ്യാറാകുന്നില്ല. അതാണ് മനുഷ്യൻ്റെ വിചാരത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ. കാരണം ആ ഒരു ഭക്തിയുടെ മറ്റൊന്നും ചിന്തിക്കുന്നില്ല. ഭക്തിയുടെ മാർഗത്തിൽ എൻ്റെ ഭഗവാന് ഏറ്റവും നല്ലത് നൽകണമെന്നുള്ളത് കൊണ്ടാണ് ഓരോന്നും കടിച്ച് രുചിച്ചു നോക്കി ഏറ്റവും രുചിയുള്ളത് നൽകാൻ ശ്രമിക്കുന്നത്. പക്ഷെ അത് മനസ്സിലാക്കാനായിട്ട് ലക്ഷ്മണൻ ശരിക്കും അതിനെ ഒരു നിരാകരിക്കുന്ന രീതിയിൽ കഴിക്കാതിരിക്കുന്നുണ്ട്. പക്ഷെ ശ്രീരാമചന്ദ്രൻ അത് വളരെ സ്നേഹത്തോടെ കഴിക്കുകയും
അതുപോലെ തന്നെ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ശബരി ഒരുപാട് പറയുന്നുണ്ട്. എന്നിട്ട് ശബരിയാണ് പറയുന്നത്, അങ്ങ് പോവൂ, കിഷ്കിന്ധയിൽ നമ്മുടെ ഈ അവിടെയുള്ള വാനരന്മാർ അങ്ങയെ സഹായിക്കും, ആ, സീതയെ വീണ്ടെടുക്കാൻ അവർ വേണ്ട സഹായങ്ങൾ ചെയ്യും എന്നെല്ലാം പറയുന്നതും, അതുപോലെ തന്നെ ഹനുമാനടക്കമുള്ള ആളുകളെ കാണുന്നതൊക്കെ ആയിട്ടുള്ള രംഗങ്ങൾ വീണ്ടും വരികയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ അർത്ഥമാക്കുന്നതും ചിന്തിക്കുന്നതും ഇതെല്ലാം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നന്മ മാത്രം ചെയ്യാൻ പരമാവധി ശ്രമിക്കുക എന്നുള്ളതാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റ് കുറ്റങ്ങൾ സംഭവിക്കും, അതെല്ലാം നമ്മൾ തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് വീണ്ടും ആ തെറ്റ് തിരുത്താനുള്ള ഒരു മനസ്സുണ്ടാവണമെന്നുള്ളതാണ്. ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതായത് എന്തെങ്കിലും കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മൾ ഇറങ്ങി ഓടുന്ന ഒരു കാലം ഉണ്ടാവരുത്. ഈ ഭാഗത്തെല്ലാം കാണിക്കുന്ന രംഗങ്ങൾ അതെല്ലാമാണ്. അതുപോലെ തന്നെ ഭക്തിയുടെ, അതുപോലെ തന്നെ പിന്നെ ജഡായുവിനെ കാണുമ്പോഴുള്ള സന്ദർഭങ്ങൾ, ഇതെല്ലാം തന്നെ രാമായണത്തിലെ നമ്മൾ ഉദാത്തമായ പല കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഉണ്ടാവുന്ന സംഭവങ്ങളാണ്. ഏതായാലും രാമായണം പോലെയുള്ള ഈ മഹത് ഗ്രന്ഥത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത് സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും നന്മയുടെയും ഒക്കെ രൂപങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ രാമായണത്തെ ഒരു ഒരു എന്താ പറയുക, വലിയ ഒരു ഉപദേശ ഗ്രന്ഥമായി കണ്ടുകൊണ്ട് അതിലെ നന്മ മാത്രം തിരിച്ചറിഞ്ഞുകൊണ്ട്, അതിലെ നന്മ മാത്രമല്ല, അതിൽ കാണിക്കുന്ന ആ ഭാഗങ്ങളെല്ലാം വായിച്ചു കഴിയുമ്പോൾ നന്മ തിന്മ തിരിച്ചറിയാൻ ഓരോ മനുഷ്യനും പ്രാപ്തരാകുന്നു എന്നുള്ളതാണ് ഈ രാമായണത്തിലെ ഒരു പ്രത്യേകത. അല്ലാതെ ഇതിൻ്റെ ഒരു ദൈവികമായ ചൈതന്യത്തിൻ്റെയോ മറ്റ് കാര്യങ്ങളിലേക്കോ ഒന്നും നമ്മൾ കടക്കേണ്ടതില്ല. ഒരു ഗ്രന്ഥത്തെ അതിൻ്റെ അവലോകനം ചെയ്യുമ്പോൾ ഒരു ആ ഗ്രന്ഥത്തിൽ കാണുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ചാൽ നമ്മുടെ ഈ ലോകത്ത് നന്മ മാത്രമേ ഉണ്ടാവൂ. ഒരിക്കലും മോശപ്പെട്ട ഒരു കാര്യം ഉണ്ടാവില്ല എന്നുള്ളതാണ് രാമായണത്തിലെ ഓരോ ഭാഗങ്ങളും ഓരോ കാണ്ഡങ്ങളും എടുത്തത്. ഇനി നമുക്ക് അതുപോലെ തന്നെ കിഷ്കിന്ധാകാന്ഡത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. അപ്പോൾ കിഷ്കിന്ധാകാന്ഡത്തിലും ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് വിശകലനം ചെയ്യാം. നന്ദി, നമസ്കാരം. ഓം ഓം രാമ രാമ രാമ.